ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എഫ് സോറി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാ? അതുകൂടാതെ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കവർ ചെയ്തിട്ടുള്ളത്, മോഡൽസ്. ഐ ഹോപ്പ് എവ്രിവൺ റിവൈസ്ഡ് ഇറ്റ്. അത് ഒരു 3-4 പ്രാവശ്യം റിവിഷൻ ഇല്ലാണ്ട് അത് ഓർത്തു വെക്കാൻ കുറച്ച് പാടായിരിക്കും. സോ അത് നിങ്ങളുടെ സൗകര്യം പോലെ റിവൈസ് ചെയ്യാം. ഇനി 2-3 സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 2 ടോപ്പിക്ക് നമ്മൾ വിട്ടിട്ടുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സോളി സിലബസിന് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ഈ ഔട്ട് ഓഫ് സിലബസ് നിറയെ ചോദിക്കുന്നുണ്ട്. ഐ മീൻ ഈ വേർഡ്സിന്റെ സബായിട്ട് വരുന്ന സബ് തീംസുകളൊക്കെ കുറെ ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ PYQs സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ തന്നെ നോക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. സോ ഈ സിലബസിൽ ഇനി നമുക്ക് നെക്സ്റ്റ് കവർ ചെയ്യാനുള്ളത് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി ആൻഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ കുറെയൊക്കെ അവിടുത്തെ ഒരു കൺസെപ്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഇതും വെച്ച് കമ്പയർ ചെയ്ത്, ലൈക്ക് കമ്പയർ അല്ല, എന്താണ്, രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ചോദിക്കാറുള്ളത് മോസ്റ്റ്ലി. ആൻഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് ചെയ്യാം. നമുക്കപ്പോൾ ബാക്കിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി ആണ്. സോ വി ക്യാൻ സ്റ്റാർട്ട്. സോ വലുതായിട്ടുള്ള എന്താ പറയുക, ഡെപ്ത് കണ്ടന്റ് ഒന്നും ഇല്ല. പറഞ്ഞല്ലേ, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെ ഭയങ്കരത്തിൽ ഞാൻ കൺസെപ്റ്റ് മോഡൽസിനെ പോലെ ഭയങ്കര കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് റിമെമ്പർ ദ കീവേഡ്സ്, ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ഓരോ കാര്യത്തിനും ഓരോ കീവേഡ്സ് ഉണ്ട്, അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. So, mass media and society. Mass media refers to various forms of communication that reach a large audience simultaneously. So, that's the keyword here. Large audience simultaneously. So, ഒരു ലാർജ് ഓഡിയൻസിന് ഒരേ സമയം റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന മീഡിയ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, മീഡിയനെയാണ് മാസ് മീഡിയ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെയാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. So, that's the keyword, large audience simultaneously. And the term fourth estate refers to media, which is a societal or political group that is independent of 3 traditional branches of government, that is executive, legislative and judicial. So നമ്മുടെ മീഡിയനെ നമ്മൾ യൂഷ്വലി പറയാറില്ലേ, ഫോർത്ത് എസ്റ്റേറ്റ്, അല്ലെങ്കിൽ 4-ാം തൂണ്, ഡെമോക്രസീന്റെ 4-ാം തൂണ് എന്നൊക്കെ നമ്മൾ യൂഷ്വലി മെൻഷൻ ചെയ്യാറുണ്ട്. സോ ഇഫ് എ ക്വസ്റ്റ്യൻ കംസ് ദാറ്റ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആ വേർഡ് ഓർത്ത് വെക്കാം. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറലി നമ്മൾ എന്താണ്, മീഡിയനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യത്തിന്റെ 4-ാം തൂണുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാരേറ്റീവ് ഉള്ളത്. So it's often used to describe the media or press as an influential and powerful entity that plays a crucial role in, അതായത് എന്താണ് മീഡിയ എന്തൊക്കെയാണ് ചെയ്യുന്നത്, മീഡിയന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് എന്താ, ഹോൾഡിംഗ് ദ ഗവൺമെന്റ് അക്കൗണ്ടബിൾ, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക്, ആക്ടിങ് ആസ് എ ചെക്ക് ഓൺ ദ അതർ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ്. ഇത് സാധാരണ നമ്മൾ യൂഷ്വൽ നമ്മുടെ പ്രസ് മീഡിയന്റെ ഇതായിട്ടാണ് പറയുന്നത്. പ്രസ് അല്ലെങ്കിൽ എന്താ പറയാ, വാർത്താ മാധ്യമങ്ങളെ പറ്റിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ, ഡിസിമിനേറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിങ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്. ഓഫ് കോഴ്സ് ഇതൊക്കെ മീഡിയന്റെ എന്താ പറയാ എഫക്റ്റ് ആണ്. ഇതൊക്കെ മാസ് മീഡിയന്റെ എഫക്റ്റ് ആണ്. എന്താണ്, ഒപ്പീനിയൻ ഫോം ചെയ്യുക, പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം ഫോം നമ്മൾ വിസിബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മീഡിയ. മാസ് മീഡിയ എങ്ങനെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഡിസിമിനേറ്റിംഗ് ഇൻഫർമേഷൻ, അതായത് ഇൻഫർമേഷൻ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ ഇൻഫ്ലുവൻസിങ് സോഷ്യലി, കൾച്ചറലി, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്. ഈ 3 തലങ്ങളിലും എന്ത് പറയുന്നുണ്ട്, മാസ് മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എ ടേം ഹിയർ, media literacy. Media literacy refers to the ability to critically analyze and evaluate the media messages, understand the intended meaning, and interpret them in the broader societal context. It involves developing a skill to access, analyze, evaluate, and create media content effectively. So media literacy എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് കാണുന്ന കേൾക്കുന്ന വാർത്തകളെയും ന്യൂസുകളുടെയും ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിനെ കോംപ്രിഹെൻഡ് ചെയ്ത് അതിന്റെ അർത്ഥങ്ങൾ അതിൻ്റെതായ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുന്ന ആ ഒരു അറിവിനെ, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഡിജിറ്റൽ
പ്ലാറ്റ്ഫോമുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അറിവിനെയാണ്. സോ അതുപോലെ തന്നെയാണ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മൾ പറയില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കുറെ കാര്യങ്ങൾ, ഒന്ന് ലോയിലുള്ള അറിവ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി, ഡിജിറ്റൽ ലിറ്ററസി, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. കാരണം ഇൻഫർമേഷന്റെ ലൈക്ക് നമുക്ക് നമ്മുടെ ആക്സസ് ടു ഇൻഫർമേഷൻ അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ആക്സസബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇതില്ലെങ്കിൽ ഇനി വരുന്ന അതായത് മീഡിയന്റെ എഫക്ട് നമ്മൾ നെഗറ്റീവ്ലി കൂടെ ഇമ്പാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ മീഡിയ literacy is important. For in the exam context, just remember the word media literacy. സോ മീഡിയനെ ഇനി എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് വിളിക്കാം. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക ഏതൊക്കെ മീഡിയകളാണ് ഏതൊക്കെ ഇതിൽ വരുന്നത്. ചിലപ്പോൾ മേ ബി മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ പറ്റും. സോ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ഏതൊക്കെ വരും? വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ന്യൂസ് പോർട്ടൽസ്, ബ്ലോഗ്സ് ആൻഡ് പോഡ്കാസ്റ്റ്. ഇതൊന്നും നമ്മൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. വെബ്സൈറ്റ് എന്താണെന്ന് നമ്മൾക്കറിയാം. സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജനിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു അവസ്ഥയാണ്. സോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈൻ ന്യൂസ് പോർട്ടൽസ് നമ്മളിപ്പോ ഡൂൾ ന്യൂസ് പോലെ, അല്ലെങ്കിൽ എന്താണ് ദ കാരവാൻ, ദ പ്രിന്റ്, അതൊക്കെ പോലുള്ള ഓൺലൈൻ ന്യൂസ് പോർട്ടൽസ്. അതുപോലെ തന്നെ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ പേരൊക്കെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസും എഴുത്തുകളും എന്താണ്, അതുപോലെ തന്നെ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ആവാം, ആർട്ടിക്കിൾസും ഒപ്പീനിയൻസും കണ്ടന്റ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇതാണ്. പോഡ്കാസ്റ്റ് ഓഫ് കോഴ്സ്, ഡിജിറ്റൽ ഓഡിയോ റെക്കോർഡിങ്സ്, റേഡിയോ അല്ല, അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് എന്താണെന്ന് അറിയില്ലേ, ഡിജിറ്റൽ ഓഡിയോ റെക്കോർഡിങ്സ് ദാറ്റ് കവർ എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്. ഇതൊക്കെയാണ് ഡിജിറ്റൽ മീഡിയയിൽ വരുന്നത്. അതുപോലെ തന്നെ ഔട്ട്ഡോർ മീഡിയ, ഇതൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്. സോറി, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഈ ബിൽ ബോർഡ്സ് എന്താന്ന് പക്ഷെ കണ്ടിട്ടുണ്ട്. അതിന്റെ പേര് ബിൽ ബോർഡ്സ് ആണെന്ന് അറിയില്ല എന്നുണ്ടായിരുന്നുള്ളൂ. ലാർജ് അഡ്വർടൈസിംഗ് ഡിസ്പ്ലേസ് പ്ലേസ്ഡ് ഇൻ എ പബ്ലിക് ഏരിയാസ് സച്ച് ആസ് റോഡ് സൈഡ്സ് ഓഫ് ബിൽഡിംഗ്. നമ്മുടെ വലിയ ബോർഡുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീൻസ് ഉണ്ടാവും. സോ അതിനെയാണ് ബിൽ ബോർഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഫെമിലിയർ ആണ്. പോസ്റ്റേഴ്സ് ആൻഡ് ഫ്ലയേഴ്സ്, ഫിലിം ആൻഡ് മൂവീസ്, ഡോക്യുമെന്ററീസ്, ഇതൊക്കെ ഔട്ട്ഡോർ മീഡിയയിൽ വരും. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് അറിയെങ്കിലും ഏതിന്റെ ഒക്കെ കാറ്റഗറി ഇതിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത് മാത്രം നോക്കി വെക്കുക. അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ എന്ന് വെച്ചാൽ അച്ചടി മാധ്യമങ്ങൾ. സോ ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ മാഗസിൻസ്, പീരിയോഡിക്കൽ പബ്ലിക്കേഷൻസ് ഉണ്ടാവും, ന്യൂസ് ആർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജേർണൽസ്, ഫാഷൻ ജേർണൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ബുക്സ് ഓഫ് കോഴ്സ്. ദെൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് ടെലിവിഷൻ. Broadcasting visual and audio content through television channels. It includes news, entertainment shows, documentaries and advertisement. അതുപോലെ തന്നെ ടെലിവിഷനും റേഡിയോയും ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ വരുന്നതാണ്. പിന്നെ നിങ്ങൾ ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ വേർഡ് വെച്ച് കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബ്രോഡ്കാസ്റ്റ്, പോഡ്കാസ്റ്റ്. ഇതൊക്കെ എന്താണ്? പോഡ്കാസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചു, ബ്രോഡ്കാസ്റ്റ് പറഞ്ഞു. ഇനി ഇവിടെ ഉള്ളതൊന്നാണ് നാരോ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു ടേം ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ കണ്ടന്റ് അവിടെ വെക്കാൻ ഞാൻ മറന്നുപോയി. ഇതെന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നാരോ കാസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫോർ എക്സാമ്പിൾ ഇതുണ്ടാവുമല്ലോ, OTT പ്ലാറ്റ്ഫോംസ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺസ് ഒക്കെ പോലെയുള്ളത്. അതായത് ഒരു എന്താ പറയാ, ലാർജർ ഓഡിയൻസിന് ആക്സസിബിൾ അല്ല, ഒരു ലിമിറ്റഡ് ഓഡിയൻസിന് ആക്സസിബിൾ ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് മീഡിയനാണ് നാരോ കാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രം നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മീഡിയാസ് ഉണ്ടാവുമല്ലോ. അതായത് നെറ്റ്ഫ്ലിക്സ് ഓർത്ത് വെക്കുക. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആമസോൺ പ്രൈം എന്നൊക്കെ പറയുന്നത് നാരോ കാസ്റ്റിൽ വരുന്നതാണ്. ആ വേർഡ് ജസ്റ്റ് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിപ്പിക്കാമല്ലോ, അതുകൊണ്ട് അത് ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ അതർ ഫോംസിൽ വരുന്നത് ഡയറക്റ്റ് മെയിൽ, മെറ്റീരിയൽ ടു സെൻഡ് ഡയറക്ട്ലി ടു ഇൻഡിവിജ്വൽ മെയിൽ ബോക്സസ്, നമുക്ക് ഇത് വരുന്നത്. ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നതും മാഗസീൻസ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽ പബ്ലിക്കേഷൻ സെൻഡ് ടു സബ്സ്ക്രൈബേഴ്സ് ഓഫൺ കണ്ടെയ്നിങ് ന്യൂസ് അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് സ്പെസിഫിക് ടോപ്പിക്. അതായത് ഇപ്പം നിങ്ങൾക്ക് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന അതാണ് നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജേർണൽസ്. അവർ പീരിയോഡിക്കലി നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിക്കലി നമുക്ക് വരും ന്യൂസ് ലെറ്റേഴ്സ് പോലെ. അതായത് അവിടെ നടക്കുന്ന ഇപ്പൊ സയൻസിൽ നടക്കുന്ന പുതിയ പുതിയ റിസർച്ചിനെ പറ്റിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് ലെറ്റേഴ്സിൽ വരാൻ പറ്റും എക്സാമ്പിൾ ആയിട്ട്.
പിന്നെ പബ്ലിക് സ്പീക്കിംഗ്, ലൈവ് പ്രസന്റേഷൻ ഓഫ് സ്പീച്ച് ഡെലിവേർഡ് ബൈ ഇൻഡിവിജ്വൽ ടു ലാർജ് ഓഡിയൻസ്. ഇതൊക്കെ മീഡിയന്റെ അതർ ഫോംസിൽ വരുന്നതാണ്. സോ ഇതില് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ പറയാൻ പറ്റാം. അത്രേ ഉള്ളൂ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ഇത് നമ്മൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഇത് മീഡിയന്റെ ക്യാരക്ടറിസ്റ്റിക് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മതി. പക്ഷെ അത് വേണം. ഇവിടെ നിന്നാണ് മെയിൻലി ചോദിക്കുക. എന്താ പറയാ, മാസ് മീഡിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെന്റ് തരിക. എന്നിട്ട് ട്രൂ ഓർ ലൈക്ക് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ട് ട്രൂ ഓർ ഫാൾസ് ചോദിക്കും. അങ്ങനെയാണ് മെയിൻലി ക്വസ്റ്റ്യൻസ് വരിക ഈ ഒരു ഏരിയയിൽ. സോ മനസ്സിലാക്കി വെക്കുക. ഇത് എന്താണ് ഈ പറയുന്ന മാസ് മീഡിയന്റെ ക്യാരക്ടർ ആണോ ഇല്ലയോ എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. സോ റീച്ച്, ഫസ്റ്റ് വൺ റീച്ച്. എന്താണ് മാസ് മീഡിയക്ക് നേരത്തെ തന്നെ പറഞ്ഞു, ലാർജ് ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും സൈമൾട്ടേനിയസ്ലി. അതാണ് ഈ പറയുന്ന റീച്ച് എന്ന് പറയുന്നത്. കീവേഡ് നോക്കിക്കോ. മാസ് മീഡിയ ഹാസ് ദ എബിലിറ്റി ടു റീച്ച് ദ ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഓഡിയൻസ്. ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ, messages or content to a vast number of people simultaneously regardless of geographical location. സോ നാളെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്, മാസ് മീഡിയാസ് ആർ എന്താണ് ഇൻഡിപെൻഡന്റ് ഫ്രം ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതായത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ട്രൂ. സോ അത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, മാസ് മീഡിയ ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ ഇൻഫർമേഷൻ ഓർ കണ്ടന്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാർജ് ഓഡിയൻസ്. അതായത് സബ്ജക്റ്റീവ് അല്ല, എന്താണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടാവില്ല. പേഴ്സണലി നമുക്ക് ടൈലർ ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിക്കേഷൻ. എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ജനറലൈസ്ഡ് കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക, ജനറലൈസ്ഡ് ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരാൾക്ക് ഇപ്പോൾ എന്താ പറയാ, സ്പെസിഫിക് ആയിട്ട് മേ ബി സ്പെസിഫിക് ഓഡിയൻസ് ടാർഗറ്റ് ആണ്. അപ്പൊ കിഡ്സ് ഉണ്ടെങ്കിൽ കിഡ്സിന്റെ ലാംഗ്വേജിൽ വരും, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആകുമ്പോൾ അതിന്റെ വരും. അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള ഇതല്ല, ടൈലേർഡ് അല്ല. സോ ലാർജ് ഇതാണ്. അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ഫോർമാറ്റ്. മാസ് മീഡിയ എൻകംപസസ് വാരിയസ് ഫോർമാറ്റ് ആൻഡ് മീഡിയംസ് ഇൻക്ലൂഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻ, ടെലിവിഷൻ, റേഡിയോ, വെബ്സൈറ്റ്. നേരത്തെ പറഞ്ഞ എല്ലാ ടൈപ്പുകളും വരും. കുറെ ഫോർമാറ്റ് ഉണ്ട് മാസ് മീഡിയന്റെ അണ്ടറിൽ തന്നെ. കുറെ ടൈപ്സ് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ദെൻ വൺ ടു മെനി കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരാളിൽ നിന്ന് തുടങ്ങി ടു മെനി. മാസ് മീഡിയ ഓപ്പറേറ്റ്സ് ഓൺ എ വൺ ടു മെനി കമ്മ്യൂണിക്കേഷൻ മോഡൽ വെർ സിംഗിൾ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ് ടു ലാർജ് ഓഡിയൻസ്. അതായത് ഒരു സിംഗിൾ സാധനം ഡിസെമിനേറ്റ് ചെയ്തു പോകുന്നു. ഇറ്റ് അലോസ് ഫോർ ദ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ബ്രോഡ് പോപ്പുലേഷൻ വിത്തൗട്ട് നീഡ് ടു, നേരത്തെ പറഞ്ഞ കണ്ടന്റ് ഇതാണ്, വിത്തൗട്ട് നീഡ് ഇൻഡിവിജ്വലൈസ്ഡ് ഇന്ററാക്ഷൻ. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ലാതെ തന്നെ ലാർജ് പോപ്പുലേഷനിലേക്ക് പോകുന്നു. ബട്ട് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം വൺ. ഓക്കെ. ദെൻ ഇൻഫ്ലുവൻസ് ആൻഡ് ഇമ്പാക്ട്. മാസ് മീഡിയ ഹാസ് പൊട്ടൻഷ്യൽ ടു ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. നമ്മൾക്കറിയാം മാസ് മീഡിയന്റെ എന്തൊക്കെ ലൈക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ എന്താ പറയാ, എന്താണ് ഭരണം മറിക്കുന്നത് മുതൽ എന്താ പറയാ, ആൾക്കാർ ഇമ്പാക്ട് ചെയ്യാ, പിന്നെ വാർ വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾക്ക് സംഭവിക്കും. ഇപ്പൊ പറയില്ലേ ഡിജിറ്റൽ വാർ, ബയോ വാർ ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഇനി ഡിജിറ്റൽ വാറിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് വാർ കടക്കാൻ പോകുന്നത്. സോ അത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു എന്താണ് ഒരു ടൂളാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. മാസ് മീഡിയ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ, ഇൻഫ്ലുവൻസ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമ്പാക്ട് കൾച്ചറൽ നോംസ്. ഈ ഇമ്പാക്ട് കൾച്ചറൽ നോംസ് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, മുന്നേന്നും നമ്മുടെ നാട്ടില് വിവാഹത്തിനില്ലാത്തൊരു ഒരു ഇതാണ് ഹൽദി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ഹൽദി, പിന്നെ സംഗീത് എന്നൊക്കെ, അതൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു തരം കസ്റ്റംസ് ആണ്. ബട്ട് അതിപ്പോ നമ്മുടെ സൗത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റംസ് ആയിട്ട് മാറുന്നുണ്ട്. സോ എന്താണത്, കൾച്ചറൽ നോംസ്. എന്തുകൊണ്ടാണ് അതിങ്ങനെ വന്നത്? ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അതായത് ഇങ്ങനെ കണ്ട് അതിന്റെ ഒരു എന്താ പറയുക എൻജോയ്മെന്റ് ആസ്വദിച്ച് അത് നമ്മളും കൂടെ റിപ്പീറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, റിപ്പീറ്റേറ്റ് ചെയ്യപ്പെടുന്നതാണ്. സോ സോഷ്യൽ മീഡിയ ക്യാൻ ഇമ്പാക്ട് കൾച്ചറൽ നോംസ് ടു. സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ജനറേറ്റ് അവയർനെസ്, മൊബിലൈസ് പബ്ലിക് ഒപ്പീനിയൻ, ബ്രിങ് അബൌട്ട് സോഷ്യൽ ചേഞ്ച് ബൈ ഡിസെമിനേറ്റിംഗ് ഇൻഫർമേഷൻ, ന്യൂസ്, എന്റർടൈൻമെന്റ് ആൻഡ് അഡ്വർടൈസിംഗ്. ഓക്കെ. ദെൻ ഗേറ്റ് കീപ്പിംഗ്. ഗേറ്റ് കീപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മിനിഞ്ഞാന്ന് ഏത് മോഡൽ പഠിക്കുമ്പോഴായിരുന്നു, എനിക്ക് പേര് മറന്നുപോയി. എനിക്കൊന്ന് ലാസ്റ്റുള്ള ഇത് ഒരു ഡാൻസ് ഇന്ററാക്റ്റീവ് മോഡലിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചൊന്നാണ് ഗേറ്റ് കീപ്പിംഗ്.
ഗേറ്റ് കീപ്പർ ആയിട്ട് ആരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ന്യൂസ് എഡിറ്റർ ഒക്കെ ഗേറ്റ് കീപ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഗേറ്റ് കീപ്പിംഗ് എന്ന് വെച്ചാൽ മാസ് മീഡിയ ആക്ട് ആസ് എ ഗേറ്റ് കീപ്പർ ബൈ സെലക്ടിങ്, ഫിൽറ്ററിംഗ് ആൻഡ് ഡിസൈഡിങ് വാട്ട് കണ്ടന്റ് ഈസ് പ്രസന്റ് ടു ബി ഓഡിയൻസ്. അതായത് നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ ഏറ്റവും ഇതിൽ എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരും. അതെന്ന് പറയുന്നത് ആ എഡിറ്റർ അല്ലെങ്കിൽ ആ എഡിറ്റോറിയൽ പാനൽ തീരുമാനിക്കുകയാണ് ഇന്ന കാര്യമാണ് ന്യൂസ് ഇന്ന് എഡിറ്റോറിയൽ പേജിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പബ്ലിക്കിലേക്ക് എത്തേണ്ടത്. ഐ മീൻ ഒരു സെറ്റ് ഓഫ് ന്യൂസ് ഇന്നത് എഡിറ്റോറിയൽ കോളത്തിലേക്ക് വേണമെന്ന് ആര് തീരുമാനിക്കുന്നു? എഡിറ്റേഴ്സ് തീരുമാനിക്കുന്നു. സോ ആ ഗേറ്റ് കീപ്പിംഗ് ഏത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഇത് നമ്മൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. ഇന്നത്തെ നമ്മളെ നവമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഏത് വിഷയത്തിൽ നമ്മൾക്ക് ഒപ്പീനിയൻ ഉണ്ടാവണം, ഏത് വിഷയത്തിൽ നമ്മൾ അജിറ്റേറ്റഡ് ആവണം, ഏത് വിഷയമാണ് ഓഡിയൻസിന് താല്പര്യം എന്ന്, അല്ലെങ്കിൽ ഏത് വിഷയമാണ് ചർച്ചാ വിഷയമാക്കേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ നാട്ടിലെ എണ്ണം പറയുന്ന നവമാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുകയാണ് നമ്മൾ എന്ത് കാര്യത്തിൽ നമ്മൾ അജിറ്റേറ്റഡ് ആവണം എന്നുള്ളത്. സോ ദാറ്റ് ഇസ് ദ വെരി എന്താ പറയുക ലൈവ് എക്സാമ്പിൾ ഓഫ് ഗേറ്റ് കീപ്പിംഗ്. മാസ് മീഡിയ ആക്ട് ആസ് എ ഗേറ്റ് കീപ്പർ ബൈ സെലക്ടിങ്, ഫിൽറ്ററിംഗ്, ഡിസൈഡിങ് വാട്ട് കണ്ടന്റ് ഈസ് പ്രസന്റഡ് ടു ദ ഓഡിയൻസ്. എഡിറ്റേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ എന്ത് സിനിമയാക്കണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ്. ഡിസൈഡിങ് എലമെന്റ് ആരാ? പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ടേഴ്സ്. ആൻഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹാവ് ദ പവർ ടു ഡിറ്റർമിൻ വാട്ട് ഇൻഫർമേഷൻ ഈസ് പബ്ലിഷ്ഡ് ഓർ ബ്രോഡ്കാസ്റ്റ്, ഇൻഫ്ലുവൻസിങ് ദ അജണ്ട ആൻഡ് ഫ്രെയിമിംഗ് പബ്ലിക് ഡിസ്കോഴ്സ്. സോ അതിനെയാണ് ഗേറ്റ് കീപ്പിംഗ്. മാസ് മീഡിയക്ക് ആ ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. ഗേറ്റ് കീപ്പിംഗ് നിങ്ങളെ വേർഡ് ഉപയോഗിച്ച്, ബാക്കിയൊക്കെ ഭയങ്കര കോമൺ ആണ്. ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആൻസർ ടാക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കാൻ നോക്കുക. സോ ഇനി നെക്സ്റ്റ് മെയിൻ ആയിട്ട് വരുന്നത് ഇതിൽ കുറച്ചധികം തിയറീസ് ഉണ്ട്. ഇതിനേക്കാളും വേറെയും തിയറീസ് കുറെ ഉണ്ട് മാസ് മീഡിയ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ളത്. ഒന്നാമത് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ ഓഡിബിൾ അല്ലേ, വിസിബിൾ അല്ലേ, എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്തൊന്ന് പറയണേ. ഓക്കെ, കുറെ തിയറീസ് ഉണ്ട്. നിങ്ങൾ ഒരു ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ നോക്കുക. അതായത് ഓക്കെ, എന്താണ് അല്ലെങ്കിൽ എന്നിട്ട് ഇത്രയും തിയറീസ് പഠിച്ചിട്ട് ഇനി ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക. ഇനി ഇതിന്ന് പുറത്തുനിന്ന് ഏതെങ്കിലും തിയറി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ലൈക്ക് എന്താ പറയാ, നമ്മൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം അറിയാമെങ്കിൽ ഒന്ന് മാത്രമാണ് അറിയില്ലെങ്കിൽ അയ്യോ അത് എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കരുത്. ബാക്കി മൂന്നെണ്ണം വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ലാത്തതാണ് എല്ലാം പഠിച്ചതേ വരുള്ളൂ അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പറ്റില്ല. ഫ്രഷ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള, ഞാൻ എപ്പോഴും പറയാവുന്ന ആ ഒരു മോഡിൽ ആലോചിക്കുക. സോ ലിമിറ്റഡ് എഫക്ട്സ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തിയറി പറയുന്നു, according to this theory, people are not passive recipients of messages, but active and selective in their interpretation and consumption of media content. The theory argues that individuals have pre-existing beliefs, values, and social network that shape their attitudes and behaviors, and media has a limited impact on changing these aspects. എന്ന് വെച്ച് കഴിഞ്ഞാല് ലിമിറ്റഡ് എഫക്ട്സ് തിയറി പറയുന്നത് വെച്ചാൽ മീഡിയന്റെ എഫക്ട്സ് സൊസൈറ്റിയിൽ ലിമിറ്റഡ് ആണ്. അത് തന്നെയാണ് എന്താണോ ടൈറ്റിൽ മീൻ ചെയ്യുന്നത് അത് തന്നെയാണ് അവര് അർത്ഥമാക്കുന്നതും. അതായത് പീപ്പിൾ ആർ നോട്ട് പാസീവ് റെസിപ്പിയന്റ്, അതായത് എന്താണോ മീഡിയക്കാർ പറയുന്നത് അത് തന്നെ പൂർണ്ണമായും വിഴുങ്ങുന്ന പാസീവ് റെസിപ്പിയന്റ് അല്ല, ബട്ട് ആക്റ്റീവ് ആൻഡ് സെലക്റ്റീവ്. അതായത് നമ്മൾ കാണുന്ന ന്യൂസ്, കേൾക്കുന്ന ന്യൂസിനെ എന്താ പറയാ ആക്റ്റീവായിട്ട് ലൈക്ക് ഒബ്സർവ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് സെലക്റ്റീവായിട്ട് കൺസ്യൂം ചെയ്യുകയാണ്. അല്ലാണ്ട് റാൻഡമായി വാട്ട് എവർ ദേ ഗിവിംഗ് വി ആർ നോട്ട് കൺസ്യൂമിങ് ആസ് ഇറ്റ് സെൽഫ്, ബട്ട് നമ്മൾ അതിൽ സെലക്റ്റീവ് ആണ്. സോ എന്താണ് ഈ സെലക്ടിവിറ്റി എന്തിനെ ബിലീവ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ബിലീഫ്സ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക്, ഇതൊക്കെ കൂടി ഷേപ്പ് ചെയ്യും. എന്താണ് ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ് എല്ലാം കൂടെ ആണ് നമ്മൾ ഒരു ഏത് ന്യൂസ് നമ്മൾ കൺസ്യൂം ചെയ്യും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരായിട്ട് മീഡിയ പറയുന്ന സമയത്ത് നിങ്ങൾ അത് കൺസ്യൂം ചെയ്യുന്നില്ല, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളെ ഫീഡിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. അതെന്താണ്?
അതാണ് ലിമിറ്റഡ് എഫക്ട്സ് തിയറി ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന പെർട്ടിക്കുലർ ഐഡിയോളജി മാത്രമുള്ള ന്യൂസസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അവിടെ നമ്മൾ സെലക്റ്റീവ് ആണ്. വാട്ട് വി ഹാവ് ടു കൺസ്യൂം എന്നുള്ള കാര്യത്തിൽ നമ്മൾ സെലക്റ്റീവ് ആവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന മാസ് മീഡിയയുടെ എഫക്റ്റീവ് ലിമിറ്റഡ് ആണെന്നാണ് ലിമിറ്റഡ് എഫക്ട്സ് തിയറി പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. പറയുന്ന മാസ് മീഡിയന്റെ എഫക്ട് സൊസൈറ്റിയിൽ കുറവാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണെന്നാണ് ലിമിറ്റഡ് എഫക്ട്സ് തിയറി പറയുന്നത്. അടുത്തത് പറയുന്നത് ക്ലാസ് ഡോമിനന്റ് ആൻഡ് കൾച്ചറിസ്റ്റിക് തിയറി പറയുന്നത് ദ ക്ലാസ് ഡോമിനന്റ് ആൻഡ് കൾച്ചറിസ്റ്റ് തിയറി എംഫസൈസ് ദ റോൾ ഓഫ് മീഡിയ ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് റീഇൻഫോഴ്സിംഗ് എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പവർ സ്ട്രക്ചർ. According to this theory, media content is produced and controlled by dominant social class. അവിടെ തന്നെയാണ് ക്ലാസ് ഡോമിനന്റ് അല്ലെങ്കിൽ ഡോമിനന്റ് സോഷ്യൽ ക്ലാസ് വിച്ച് യൂസസ് മീഡിയ ടു പ്രൊമോട്ട് ഇറ്റ്സ് ഇന്റർപ്രറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ലാസ് ഡോമിനന്റ് തിയറി പറയുന്ന വെച്ചാല് ഒരു നിങ്ങൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒരു പെർട്ടിക്കുലർ ഡോമിനന്റ് ക്ലാസ് ആണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഗേറ്റ് കീപ്പിംഗ്. ഈ ഗേറ്റ് കീപ്പിംഗ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഡോമിനന്റ് ക്ലാസ് ആയിരിക്കും. സോ അവരുടെ ബിലീഫ്, അവരുടെ എക്സിസ്റ്റിംഗ് വാല്യൂസ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. സോ അങ്ങനെയായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ന്യൂസ് എന്നാണ് ഈ ക്ലാസ് ഡോമിനന്റ് കൾച്ചറിസ്റ്റിക് തിയറി പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ മീഡിയാസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന പിന്നെ ഈ പറയുന്ന വെസ്റ്റേൺ മീഡിയാസ് ഉണ്ടല്ലോ, ഐ മീൻ ക്യാപിറ്റലിസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന മീഡിയാസിനെ നമ്മളെ നാട്ടിലെ മേജർലി ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് റഷ്യനെ പറ്റിയിട്ടാണെങ്കിലും ചൈനയെ പറ്റിയിട്ടാണെങ്കിലൊക്കെ ഈ വെസ്റ്റേൺ മീഡിയന്റെ നെറേറ്റീവ്സ് ഡിഫറെന്റ്. അവരതിന്റെ ബാഡ് വശങ്ങൾ മാത്രം, അതായത് ഇത് വേ ബാക്ക് ടു സോവിയറ്റ് യൂണിയൻ, USSR, US ആ ഒരു റൈവലറി ആ ഒരു ടൈമിൽ പറയുന്ന ഒരു കാര്യമാണ്. സോ വെസ്റ്റേൺ മീഡിയ എന്താണ് ലൈക് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക? അതായത് ചൈനന്റെ പോളിസി ബാഡ് ആണ്, അല്ലെങ്കിൽ റഷ്യന്റെ പോളിസി ബാഡ്, ഐ മീൻ സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസിന്റെ പോളിസീസ് ബാഡ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ബാഡ് ഇത് മാത്രം പ്രൊമോട്ട് ചെയ്യും. സോ അവിടെ എന്താണ് ആ പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ നെറേറ്റീവ് മാത്രമാണ് മീഡിയ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. സോ ഇത് ഇപ്പോ എത്രത്തോളം വാലിഡ് ആണെന്നല്ല, ഇങ്ങനത്തെ ഒരു നെറേറ്റീവ് ഉണ്ട് വെസ്റ്റേൺ മീഡിയന്റെ നെറേറ്റീവ് എന്നുള്ള രീതിയിൽ. സോ അത് ഈ പറയുന്ന ക്ലാസ് ഡോമിനന്റ് കൾച്ചറിസ്റ്റിക് തിയറിയുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എന്താണ്? മീഡിയ കണ്ടന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ ഡോമിനന്റ് സോഷ്യൽ ക്ലാസ്. ഇവിടെ വേണമെങ്കിൽ വെസ്റ്റേൺ മീഡിയ ഒരു ഡോമിനന്റ് സോഷ്യൽ ക്ലാസ് ആയിട്ട് എടുക്കാം. വിച്ച് യൂസസ് ടു പ്രൊമോട്ട് ദെയർ ഇൻട്രസ്റ്റ്, മെയിൻറ്റെയിൻ അവരുടെ പൊസിഷൻ. അതായത് എന്താണ് ക്യാപിറ്റലിസ്റ്റ് വേഴ്സസ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി തന്നെ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്, ക്യാപിറ്റലിസ്റ്റ് ആണ് നല്ലത് എന്ന് പറയും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, ക്യാപിറ്റലിസ്റ്റ് വേസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണ് നല്ലത് എന്ന് പറയുന്നതാണ്. സോ എന്താണോ അവരുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ബിലീഫ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യും കണ്ടന്റ്. അവരുടെ കണ്ടന്റ് അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് ക്ലാസ് ഡോമിനന്റ് കൾച്ചറിസ്റ്റിക് തിയറി എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ന്യൂസിനെ മാത്രം എടുക്കണ്ട, സിനിമകളിൽ എടുത്താൽ മതി. എത്രത്തോളം റെപ്രസെന്റേഷൻ ഉണ്ടാകും ഒരു സിനിമ. നമ്മൾ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഇപ്പോ സിനിമയൊക്കെ നിങ്ങൾ ഭയങ്കര ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അവരുടെ മിഡിൽ ക്ലാസ് ഇവരുടെ റെപ്രസെന്റേഷൻ ഓവർ ദ ടൈം എങ്ങനെയാ മാറിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് 80s 90s 2000 ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പർ ക്ലാസ്സുകളുടെ ഒരു നെറേറ്റീവ് ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ആ ടൈമിൽ സത്യം ഈ പറയുന്ന മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ ഒരു ഇതുണ്ടാവും. ലൈക്ക് ആ പേരിനൊക്കെ ഒരു വാര്യറോ അല്ലെങ്കിൽ ഒരു നമ്പ്യാരോ അങ്ങനത്തെ ഒക്കെ പേരുകൾ ഉണ്ടാവും. ഐ മീൻ അങ്ങനത്തെ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യുന്ന ഇതാണ്. ബട്ട് ഇപ്പൊ റീസെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സിനിമ ഇസ് ലൈക്ക് ഗെറ്റിംഗ് ഡൗൺ. കുറച്ചും കൂടെ എന്താ പറയാ ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ കഥകളും പറഞ്ഞു തുടങ്ങി, റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ. അതുപോലെ തന്നെ വിമൻ റെപ്രസെന്റേഷൻ വരുന്ന സമയത്ത്. സോ അങ്ങനത്തെ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്റെ എക്സാമ്പിൾ കേട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഐഡിയ ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ പറഞ്ഞാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. This theory argues that media representations, narratives, and ideologies often reflect, perpetuate the values, beliefs, and perspective of the dominant class. ഈ ഡോമിനന്റ് ക്ലാസ് മാറ്റിയിട്ട് നമ്മുടെ ഈ പറയുന്ന മീഡിയ എടുത്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൈരളി ചാനൽ, ഇറ്റ്സ് റിലേറ്റഡ് ടു പർട്ടിക്കുലർ ഐഡിയോളജി. അതുപോലെ തന്നെ ജനം, ഇറ്റ്സ് റിലേറ്റഡ് ടു പർട്ടിക്കുലർ ഐഡിയോളജി. സോ ആ ഡോമിനന്റ് ക്ലാസ്സിന് പകരം ഐഡിയോളജി എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആവും. ഓക്കെ. So, sorry.
നെക്സ്റ്റ് വരുന്നത് കൾട്ടിവേഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. കൾട്ടിവേഷൻ തിയറി ആർഗ്യൂസ് ദ ലോങ് ടേം എക്സ്പോഷർ ടു മീഡിയ കണ്ടന്റ് ഷേപ്പ് ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. അതായത് ലോങ് ടേം ആയിട്ട് ഒരേ തരം മീഡിയ ഒരേ തരം കണ്ടന്റ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷനും നമ്മുടെ ആ ഒരു നമ്മുടെ റിയാലിറ്റി ചേഞ്ച് ആവും എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ നരേറ്റീവ് ബിൽഡിംഗ് അല്ലെങ്കിൽ ലെഫ്റ്റ് മീഡിയ അല്ലെങ്കിൽ റൈറ്റ് വിങ് മീഡിയ എന്താണോ ചെയ്യുന്നത്, ലൈക് എനി കൈൻഡ് ഓഫ് ഐഡിയോളജി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ്. ലൈക് കണ്ടിന്യൂസ്ലി ഒരേ സമയം ഒരേ സാധനത്തോട് നമ്മൾ എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേ ഓഫ് തിങ്കിങ് അതുപോലെ തന്നെ ആയിരിക്കും. സോ അതിനെയാണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറി, നമ്മൾ എന്താണോ ഒറിജിനൽ സോഷ്യൽ ലേണിംഗ് തിയറി സൈക്കോളജി സോഷ്യോളജി ഒക്കെ പഠിക്കുന്നവര്, മാനേജ്മെന്റ് എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നതാണ് സോഷ്യൽ ലേണിംഗ് തിയറി. അതെന്താണോ പറയുന്നത് അത് തന്നെയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി പ്രപ്പോസസ് ദാറ്റ് individuals learn behaviors, attitudes and values through observing and imitating models, including those portrayed in the media. അതായത് ത്രൂ മീഡിയ എന്താണ് നമ്മൾ കാണുന്നതും സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത്. സോ അതിൽ മീഡിയന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് മീഡിയ ക്യാൻ ഇൻഫ്ലുവൻസ് ബിഹേവിയർ ബൈ പ്രസന്റിംഗ് റോൾ മോഡൽസ് ഓർ ഡെമോൺസ്ട്രേറ്റിംഗ് കോൺസിക്വൻസസ് ഓഫ് സർട്ടൻ ആക്ഷൻസ്. സോ ഈ പറയുന്ന സോഷ്യൽ ലേണിംഗിൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ആ തിയറി പറയുന്നത്. മീഡിയ എഫക്ട്സ് തിയറി എന്ന് പറയുന്നത് മീഡിയ എഫക്ട്സ് തിയറി എക്സ്പ്ലോർ ഹൗ മീഡിയ എക്സ്പോഷർ ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയേഴ്സ്. എങ്ങനെയാണ് മീഡിയയുടെ എഫക്ട് ആളുകളിൽ ഉണ്ടാവുന്നതെന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന തിയറിയാണ്. ഈ തിയറിയിൽ ഡിഫറെന്റ് കൺസെപ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ 2-3 കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ദീസ് തിയറീസ് ഇൻക്ലൂഡ് വാരിയസ് പെർസ്പെക്റ്റീവ് സച്ച് ആസ് ഹൈപ്പോഡെർമിക് നീഡിൽ മോഡൽ, അതെന്താ നമ്മൾ അടുത്ത ഇതിൽ പഠിക്കും. അതുപോലെ തന്നെ 2-step ഫ്ലോ മോഡൽ ആൻഡ് ലിമിറ്റഡ് എഫക്ട്സ് മോഡൽ. ലിമിറ്റഡ് എഫക്ട്സ് മോഡൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഹൈലൈറ്റിംഗ് ദ മീഡിയേറ്റിംഗ് ഫാക്ടർ ദാറ്റ് മോഡറേറ്റ് മീഡിയാസ് എഫക്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ കാരണം ഇൻഡിവിജ്വൽ ബിലീഫ്, ഇൻഡിവിജ്വലിന്റെ വാല്യൂ സിസ്റ്റം, ഐഡിയോളജീസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഈ പറയുന്ന മീഡിയന്റെ എഫക്ട് ലിമിറ്റഡ് ആണെന്ന് പറയുന്നതാണ് ലിമിറ്റഡ് എഫക്ട്സ് മോഡൽ. ബാക്കി ഹൈപ്പോഡെർമിക് നീഡിൽ മോഡൽ എന്താണെന്നും 2-step ഫ്ലോ മോഡൽ എന്താണെന്നും നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ദ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അപ്രോച്ച് ടു സ്റ്റഡിങ് ദ എഫക്ട് ഓഫ് മീഡിയ ഓൺ ബിഹേവിയർ. ഒബ്വിയസ്ലി ഇറ്റ് ബിലീവ് ദാറ്റ് media injected its content to its audience lives directly, subsequently influencing their behavior. അതായത് ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി, നീഡിൽ എന്ന് വെച്ചാൽ എന്താ, ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് കുത്തുക എന്നുള്ള ഒരു സംഭവം അല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മീഡിയ അവരുടെ കണ്ടന്റ് ഓഡിയൻസിലേക്ക് ഡയറക്റ്റ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു. ദിസ് തിയറി വ്യൂസ് ദാറ്റ് ഓഡിയൻസ് ആസ് പാസീവ്. നേരത്തെ പറഞ്ഞ ലിമിറ്റഡ് എഫക്ട്സ് തിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. ഓഡിയൻസ് ഇവിടെ പാസീവ് ആണ്, ഹോമോജിനസ് ആണ്, ഇംപ്രഷനബിൾ ആണ്. ആൻഡ് കീ ടേക്ക് അവേസ്, ഇതിലുള്ള ബാക്കി കാര്യങ്ങളൊന്ന് പഠിക്കാം. ദ ടേം ഹൈപ്പോഡെർമിക് നീഡിൽ engenders the image of planned, strategic and direct infusion of message into person. This is kind of propaganda. അതായത് നമ്മൾ എന്താണോ ആൾക്കാരിലേക്ക് ഫീഡ് ചെയ്യേണ്ടത് അത് മുന്നേ ഡിസൈഡ് ചെയ്ത് സ്ട്രാറ്റജൈസ് ചെയ്ത് ഡയറക്റ്റ് അവരുള്ളിലേക്ക് വെക്കുന്നു എന്നുള്ളത്. ഈ ഒരു പേര് ഓർത്തു വെക്കുക, ഗ്രോട്ട് ആൻഡ് ഹോൺസ് ആൻഡ് ദ ഇയർ. ജസ്റ്റ് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസ് ഇത്രയും ഡെപ്ത് ആയിട്ടൊന്നും എവിടെയും ചോദിച്ചു കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഈ ഒരു പേര് എവിടെയെങ്കിലും ഒരു ഫോട്ടോ മെമ്മറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. The theory notes that passive recipients are immediately impacted by media messages directly injected into them. So ഇവിടുത്തെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഓഡിയൻസ് പാസീവ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അതാണ് ഇവിടുത്തെ കീവേഡ്. ആൾട്ടർനേറ്റീവ്ലി ആസ് ഇറ്റ്സ് അതർ അപ്ലേഷൻ അതിന്റെ ഒരു പേരെന്താണ്, ദ മാജിക് ബുള്ളറ്റ് തിയറി ഇംപ്ലൈസ് മീഡിയ മെസ്സേജ് റിസംബ്ലിംഗ് ബുള്ളറ്റ്സ് ആർ ഫയർഡ് ഇൻ ടു ദ റിസീവേഴ്സ് ഹെഡ് ഫ്രം ദ മീഡിയ ഗൺ. അതായത് മീഡിയ എന്ന് പറഞ്ഞ ഗണ്ണിൽ നിന്ന് റിസീവേഴ്സിലേക്ക് ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് പോലെയാണ് ഓരോ മീഡിയ കണ്ടന്റ് എന്നും പറയുന്നത്. മാജിക് ബുള്ളറ്റ് തിയറി ഇത് ഞാനൊരു എന്താ പറയുക വെബ്സൈറ്റിൽ നിന്ന് എടുത്ത കണ്ടന്റ് ആണ്, അതുപോലെയുള്ളതാണ്. സോ വേർഡ്സ് ഇങ്ങനെ ഭയങ്കര ടഫ് വേർഡ്സ് ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. അണ്ടർസ്റ്റാൻഡ് ആ കൺസെപ്റ്റ് മാത്രം ഓർത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കീവേഡ് നോക്കിയാൽ മതി. മാജിക് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മീഡിയ എന്ന് പറയുന്ന ഗണ്ണ് നമ്മള് കണ്ടന്റ് റിസീവറിലേക്ക് ഫയർ ചെയ്യുന്ന പോലെ. അക്കോർഡിംഗ് ടു ദിസ് നോഷൻ ദ വൾണറബിൾ പബ്ലിക് ഈസ് akin to a sitting duck incapable of escaping the oncoming barrage of media indoctrination. Consequently, theory holds that creators of
ഐ തിങ്ക് ഇറ്റ്സ് പാസീവ്. കുറച്ചൊരു കണ്ടന്റ് മിസ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിന്റെ ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഡിയൻസ് പാസീവ് ആണ്. ഓഡിയൻസ് പാസീവ് ആയിട്ടുള്ള ജസ്റ്റ് മിയർ റിസീവേഴ്സ് മാത്രമാണ്. ഇവരുടെ ലിമിറ്റഡ് എഫക്ട്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം നമ്മുടെ വാല്യൂസ്, നമ്മുടെ സിസ്റ്റം, നമ്മുടെ എന്താ പറയാ, നമ്മളുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അതിനെന്താ പറയാ, നമ്മുടെ ഒരു വേർഡ് ഉണ്ട്, ആ വേർഡ് മറന്നുപോയി. തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവുണ്ടല്ലോ, അതൊന്നും ഇവിടെ അപ്ലിക്കബിൾ ആവുന്നില്ല എന്നാണ് എന്താണ് ദ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി പറയുന്നത്, അല്ലെങ്കിൽ മാജിക് ബുള്ളറ്റ് തിയറി. അടുത്തത് ടു സ്റ്റെപ്പ് ഫ്ലോ മോഡൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയയിലുള്ള കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിൽ, ലൈക്ക് രണ്ട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകും. അതെന്താണെന്ന് നോക്കാം. അതിലുള്ള ഒരാളാണ് ഒപ്പീനിയൻ ലീഡേഴ്സ്. ഈ ഒരു വേർഡ് നമ്മൾ അന്ന് ആ തിയറി പഠിക്കുമ്പോൾ, ആ മോഡൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയാണ് ഇവിടെയും. എ തിയറി സജസ്റ്റിംഗ് ദാറ്റ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ particularly with opinion leaders play more significant role in shaping public opinion than direct exposure to mass media. അതായത് മാസ് മീഡിയ എന്നുള്ള ഡയറക്റ്റ് ന്യൂസ് കേൾക്കുന്നതിനേക്കാളും ഈ ന്യൂസ് അതായത് ഒരു ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഉള്ള ഇൻഫ്ലുവൻസ്, ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നവരുടെ അവരുടെ ഒപ്പീനിയനിലൂടെ, അതായത് ഒരു നടുക്കൊരു ഏജന്റ് വരികയാണ്. ഈ പറഞ്ഞ ഡയറക്റ്റ് എക്സ്പോഷറിനെക്കാളും ആരെങ്കിലും ഒരാൾ ഈ നടുക്കുള്ള ആള് പറയുന്നതിലാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നത്, ആൾക്കാർ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, ഒരു ന്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും പോയി അവരുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് അതിലെന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ മെയിൻലി ഈ പറയുന്ന റിവ്യൂവേഴ്സ്, ഒരു പുതിയ പുതിയ സിനിമ വന്നു കഴിഞ്ഞാൽ, സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ കാണുന്നതിന് മുന്നേ പോയിട്ട് ഫേവറേറ്റ് റിവ്യൂവർ എന്താ പറയുന്നതെന്ന് നോക്കുമല്ലോ. ആ റിവ്യൂവർ ആണ് ഇവിടുത്തെ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഡയറക്ട്ലി ആ സിനിമ പോയി കാണുന്നതിനേക്കാളും ഈ പറയുന്ന ഒപ്പീനിയൻ ലീഡേഴ്സ് പറയുന്നതിലാണ് കുറച്ചും കൂടെ ആൾക്കാരിൽ എഫക്ട് ഉണ്ടാക്കുന്നതെന്നാണ് ടു സ്റ്റെപ്പ് ഫ്ലോ മോഡൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഈ പറയുന്ന ആൾക്കാരുടെ പേര് പ്രപ്പോസ്ഡ് ബൈ ഇ പോൾ ലാസർഫെഡ്, ബെർണാഡ് ബേഴ്സൺ, ഹേസൽ ഗോഡറ്റ്. ഇതൊന്നും ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പേര് ഓർത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്തു വെക്കുക. അതിൽ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഫസ്റ്റ്, എവിടെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇയർ ഒന്ന് ഓർത്തു വെക്കുക. 1948 ടു 1958 ആ ടൈമിൽ വന്നൊരു ഇതാണ് ടു സ്റ്റെപ്പ് ഫ്ലോ. ഇന്നാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഒക്കെ വന്നത്. പക്ഷെ ഈ തിയറി അന്ന് തന്നെ ഉണ്ട്. ഇതിലുള്ള കീ കൺസെപ്റ്റ് ഒന്ന് ഒപ്പീനിയൻ ലീഡേഴ്സ് ആണ്. അതായത് ആക്റ്റീവ് മീഡിയ യൂസേഴ്സ് ഇന്റർപ്രറ്റ് മീഡിയ കണ്ടന്റ് ആൻഡ് പാസ് ഇൻഫർമേഷൻ ടു ലെസ് ആക്റ്റീവ് മീഡിയ കൺസ്യൂമേഴ്സ്. അതായത് ഈ പറയുന്ന എന്താ പറയാ, ഈ കണ്ടന്റിനോട് കുറച്ചും കൂടെ അറിവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ കണ്ടന്റിനെ ഫോളോ ചെയ്യുന്ന ആള് ഇന്റർപ്രറ്റ് ചെയ്ത് അവരുടേതായ ഒപ്പീനിയനും കൂടെ ചേർത്തിട്ട് ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള മീഡിയ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ആളുകളെയാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ മാസ് മീഡിയയിൽ നിന്ന് ഒപ്പീനിയൻ ലീഡേഴ്സിലേക്ക് പോകുന്നു, ഒപ്പീനിയൻ ലീഡേഴ്സ് നിന്ന് വൈഡർ പബ്ലിക്കിലേക്ക് പോകുന്നു. അതായത് ഡയറക്റ്റ് മാസ് മീഡിയയിൽ നിന്ന് പബ്ലിക്കിലേക്ക് പോവാണ്ട് നടുക്കൊരു എന്താ പറയാ, ഒരു ബ്രോക്കർ പോലെയുള്ള ആൾക്കാർ, ഒപ്പീനിയൻ ലീഡേഴ്സ്, അവരുടെ അതിനെപ്പറ്റി അതിന്റെ ഹാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഇതെന്ന് പറയുന്നത് മീഡിയ ഹാസ് ലിമിറ്റഡ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്. ഇത് നേരത്തെ പറയുന്ന അതേ കാര്യം തന്നെയാണ്. ലിമിറ്റഡ് എഫക്ട്സ് പറയുന്ന സെയിം കാര്യം തന്നെയാണ് ടു സ്റ്റെപ്പ് ഫ്ലോ മോഡലും പറയുന്നത്. മീഡിയ ഹാസ് ലിമിറ്റഡ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്. അവിടെ പക്ഷെ എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് മീഡിയക്ക് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇല്ലാത്തത്? അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിലീഫ്, നമ്മുടെ അതായത് ഓഡിയൻസ് പാസീവ് അല്ല, ഓഡിയൻസിന്റെ ആക്റ്റീവ് റോള് കാരണം അവിടെ ലിമിറ്റഡ് എഫക്ട്സ് ആവുകയാണെങ്കിൽ, ഇവിടെ ടു സ്റ്റെപ്പ് ഫ്ലോ മോഡൽ എന്താണ്, ഈ പറയുന്ന ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഡയറക്റ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് മോർ ഇൻഫ്ലുവൻഷ്യൽ ഓൺ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്. ചലഞ്ച് ദ ഏർലിയർ മാജിക് ബുള്ളറ്റ് ഓർ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഹൈപ്പോഡെർമിക് ഓർ മാജിക് ബുള്ളറ്റ് തിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടു സ്റ്റെപ്പും ഫ്ലോ മോഡലും ലിമിറ്റഡ് എഫക്ട്സ് തിയറിയും. പക്ഷെ അത് രണ്ട് ഡിഫറെന്റ് കൺസെപ്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. വിച്ച് അസ്യൂം ദാറ്റ് മീഡിയ ഹാഡ് ഡയറക്റ്റ് ആൻഡ് പവർഫുൾ effects. Audience is not passive here. Individual interpret and mediate the media message through social interaction. Emphasize the heterogeneity of audience. ഇതൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ജസ്റ്റ് ഓർത്ത് വെക്കുക എന്താണ് ടു സ്റ്റെപ്പ് മോഡൽ, എന്താണ് ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്നുള്ളത്. അടുത്തത് മീഡിയ എക്കോളജി തിയറി.
Media ecology theory explores the interrelationship between media, technology and the environment. അതായത് ഈ മൂന്ന് കാര്യങ്ങൾ it examines how different media forms and technological advancement shape the communication patterns, social structure and cultural dynamics. അതായത് ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലൂടെ നമുക്ക് നേരെ എടുത്തു നോക്കാം. റേഡിയോ ഉണ്ടായ ഒരു കാലത്ത്, അത് കഴിഞ്ഞ് ടി വി വന്നു, ടി വി കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയ വന്നു, ഈ പറയുന്ന ഡിജിറ്റൽ റവല്യൂഷൻ വന്ന കാലം തൊട്ടുള്ള ഈ ഒരു ടൈമിലൊക്കെ, അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഡിഫറെന്റ് മീഡിയ ഫോംസ് ഉണ്ടാവുന്നത്, ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്, സോഷ്യൽ സ്ട്രക്ചർ, കൾച്ചറൽ ഡൈനാമിക്സിനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നതാണ് മീഡിയ എക്കോളജി തിയറി. ഫോർ എക്സാമ്പിൾ, ഒരു അതായത് നമ്മളെയൊക്കെ അച്ഛനമ്മമാർക്കും വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇമോജിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവില്ല. ഇമോജി എന്ന് പറയുന്നത് എന്താണ്, പുതുതായിട്ട് വന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ കമ്മ്യൂണിക്കേഷനുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ്. സോ ആ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് മീഡിയ എക്കോളജി. അതായത് ഒരു എക്കോ, ഈ പറയുന്ന സബ് എലമെന്റ് ഓഫ് മീഡിയ അല്ലെങ്കിൽ ഈ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചേഞ്ച് ആവുമ്പോൾ എങ്ങനെയാണ് മീഡിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാറുന്നത് എന്നുള്ളത്. ഇനി അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്, ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് മാസ് മീഡിയ ഹാവ് ദ പവർ ടു influence the importance and silence of issues in the public mind by determining what topic receives significant coverage. It posits that media agenda setting influences the public agenda and what people consider important. എക്സ്പ്ലനേഷൻ വിട്ടൊക്കെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തിൽ എഡ്യൂക്കേറ്റഡ് ആവണം, നമ്മൾ എന്തിൽ ഒപ്പീനിയൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് നമ്മൾ കൺസ്യൂം ചെയ്യണമെന്ന് ആര് തീരുമാനിക്കുന്നു? മീഡിയ തീരുമാനിക്കുന്നു. അതായത് ഇന്ന് കേരളം ഇന്ന കാര്യത്തിലായിരിക്കും ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? ഈ പറയുന്ന മീഡിയ ആണ് തീരുമാനിക്കുന്നതാണ് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ കാര്യത്തിൽ നമുക്ക് ഒപ്പീനിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ അത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. എപ്പോഴും ഒരു എല്ലാ ചാനലുകളുടെയും നൈറ്റ് 8 മണിക്കുള്ള പ്രൈം ടൈം ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ മതി. അതാണ് അന്നത്തെ ഹൈ ടോപ്പിക് എന്ന് ആരാണ് പറയുന്നത്? അവരാണ് പറയുന്നത്. അത് ഇന്ന് അതിന്റെയും ഒരു എഫക്റ്റ്, ആ പ്രൈം ടൈം ചർച്ചകൾ എന്നൊക്കെ മാറി ഏത് ന്യൂസിന് വാല്യൂ ഇടണം, അത് കുറെ നരേറ്റീവ് ആണ്. നമുക്ക് എത്രത്തോളം ഇതാൻ പറ്റുന്ന അറിയില്ല. അതായത് ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ സോ കോൾഡ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസ് ഒക്കെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വേറെ കാര്യങ്ങളിൽ ഹൈപ്പ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, നമുക്ക് അങ്ങനത്തെ കുറെ നരേറ്റീവ്സ് നമ്മൾ കേൾക്കാറുണ്ട് ഈയിടെ ആയിട്ട്. സോ അതൊക്കെ എന്താണ് അജണ്ട സെറ്റിംഗ് തിയറിയിൽ പറയും. ഇനി അജണ്ട സെറ്റിംഗ് തിയറി കഴിഞ്ഞിട്ട് അതിന്റെ അജണ്ട ബിൽഡിംഗ് തിയറി എന്നുണ്ട്. ഈ അജണ്ട ബിൽഡിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അജണ്ട ബിൽഡിംഗ് തിയറി എക്സ്പാൻഡ്സ് ഓൺ ദ അജണ്ട സെറ്റിംഗ് തിയറി ബൈ എംഫസൈസിംഗ് ദ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീഡിയ ആൻഡ് പബ്ലിക് അജണ്ട. അതായത് മീഡിയ, നമ്മൾ പബ്ലിക് എന്ത് കൺസ്യൂം ചെയ്യണം എന്ന് മീഡിയ തീരുമാനിക്കുന്ന പോലെ തന്നെ പബ്ലിക്കിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് എന്താണ് മീഡിയന്റെ അജണ്ടേനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 24 അല്ലെങ്കിൽ ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലുകളൊക്കെ, അതായത് ഈ പറയുന്ന എന്താണ് അവരുടെ ന്യൂസ് കവറേജുകൾ എങ്ങനെയാ പോവാന്ന് വെച്ചാൽ, എന്താണോ ഓഡിയൻസിന് ഇൻട്രസ്റ്റ്, എന്താണോ അവരെ ഹുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഓഡിയൻസ് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് കാണിക്കുന്നു. അപ്പൊ ഇവിടെ ആരാണ് എന്ത് കാണിക്കണം എന്ന് തീരുമാനിക്കുന്നത്? ഈ പറയുന്ന ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞത് മീഡിയ തീരുമാനിക്കുന്ന ഓഡിയൻസ് എന്ത് കാണണം എന്നുള്ളത്. ഇവിടെ അജണ്ട ബിൽഡിംഗ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ പ്രിഫറൻസിന് അനുസരിച്ചിട്ട് എന്ത് പറയുക, മീഡിയ അവരുടെ കണ്ടന്റ് കാണിക്കുന്നു. അതാണ് അജണ്ട ബിൽഡിംഗ് തിയറി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഇത് നോക്കിയാൽ മതി, നമ്മുടെ ചാനലുകൾ എങ്ങനെയാണ് ആദ്യം, ഇപ്പോ എന്താണ് 24 ആണ് അങ്ങനത്തെ തരത്തിലുള്ള, അതായത് ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രധാന മാധ്യമങ്ങളുടെ തരത്തിലുള്ള ആ ശൈലി കൊണ്ടുവന്നത്. പക്ഷെ അത് പിന്നെ എല്ലാ അടുത്ത മീഡിയ അത് നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു കണ്ടപ്പോൾ ബാക്കി മീഡിയകളും അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ ആരാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ മീഡിയ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ആരാണ്? ഈ പറയുന്ന ഓഡിയൻസ് ആണ്. സോ അതാണ് അജണ്ട ബിൽഡിംഗ് തിയറി. ഐ ഹോപ്പ് ഐ എം നോട്ട് കോംപ്ലിക്കേറ്റിംഗ് ഇറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫ്രെയിമിംഗ് തിയറി examines how media frames or presents information to shape public understanding and interpretation of events. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് റിപ്പീറ്റിംഗ്. ഇറ്റ് ഫോക്കസ് ഓൺ ദ സെലക്ഷൻ ആൻഡ് എംഫസിസ് ഓഫ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റോറി ടു ഇൻഫ്ലുവൻസ് ദ ഓഡിയൻസ് പെർസെപ്ഷൻ ആൻഡ് റെസ്പോൺസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എന്താണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, എന്താണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് ഫ്രെയിം ചെയ്യുന്ന അത് മീഡിയ ആണെന്ന് പറയുന്നു.
അതുപോലെ തന്നെ റിസപ്ഷൻ തിയറി. Reception theory emphasizes the active role of audience in interpreting media message. It suggests that individuals bring their own social, cultural, and personal context to process and decoding of content, leading to diverse and subjective interpretation. ഇത് നേരത്തെ പറഞ്ഞ അജണ്ട ഇതിൽ ഈ പറയുന്ന നമ്മളിപ്പോ പഠിച്ച തിയറിക്കൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന് പറയുന്നത് മീഡിയ ആണ് ഏറ്റവും വലിയ കാര്യം എന്ന്, മറ്റത് പറയുന്നത് മീഡിയക്ക് ലിമിറ്റഡ് എഫക്ട്സ് ഉണ്ടല്ലോ എന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതാണ് മീഡിയന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, ഏതൊക്കെ തിയറീസ് ആണ് മീഡിയന്റെ ലിമിറ്റഡ് എന്താ പറയാ ഇൻഫ്ലുവൻസിനെ പറ്റി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കുക. റിസപ്ഷൻ തിയറി പറയുന്നത് ഓഡിയൻസ് എങ്ങനെ റിസീവ് ചെയ്യണമെന്ന് ഓഡിയൻസിന്റെ കൾച്ചറൽ പേഴ്സണൽ കോണ്ടെക്സ്റ്റിൽ ഡിപ്പെൻഡഡ് ആണെന്നില്ല. അതായത് സെയിം കാര്യത്തെ തന്നെ ഡിഫറെന്റ് ആൾക്കാർ ഡിഫറെന്റ് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരേ ഇൻസിഡന്റിനെ തന്നെ ഡിഫറെന്റ് ആൾക്കാർ ഡിഫറെന്റ് രീതിയിൽ മനസ്സിലാക്കി പറയുന്നില്ല. ഒരു സിനിമേനെ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ മതി. ഒരു സിനിമ കണ്ടിട്ട് ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ പീപ്പിൾ അവരുടെ എങ്ങനെയാണ് അത് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സബ്ജക്റ്റീവ് നോഷൻസ് കൂടെ വെച്ചിട്ടാണ് അവരതിനെ കൺസ്യൂം ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഒരേ കാര്യത്തിന് ഡിഫറെന്റ് സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻസ് പോസിബിൾ ആക്കും എന്നാണ് പറയുന്നത് ഇത് റിസപ്ഷൻ തിയറി പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. വലിയ കാര്യമൊന്നുമില്ല, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നുള്ള നോക്കാം. നമുക്ക് ഇനി നെക്സ്റ്റ് ഉള്ളത് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഇതിന്മേലുള്ള. എപ്പോഴത്തെയും പോലെ ഒരു മിനിറ്റ് തരാം, നിങ്ങൾ നോക്കിയിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ആൻസേഴ്സ് ഒന്നും വരുന്നില്ല, എല്ലാരും അവിടെ ഇല്ലേ? ഹലോ. ഓക്കെ, ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, രണ്ടുപേര്. ബി ആണ് ആൻസർ. ഓക്കെ ഓക്കെ, ബി. ഡി പറഞ്ഞിട്ടുണ്ടാരോ? ഓക്കെ, നമുക്ക് നോക്കാം. ബി ആണ് ആൻസർ വരുന്നത്. ഡി പറഞ്ഞ ആള് എന്ത് പറ്റി, എന്താണ്? ഓൺലൈൻ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഈസ് ഓഫ് നോ ഇമ്പോർട്ടൻസ്. ഡിജിറ്റൽ മീഡിയന്റെ കാര്യത്തിലോ? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് അഡ്വാൻറ്റേജ് അല്ലല്ലോ. സോ ഇത് നോക്കുക. പീപ്പിൾ ക്യാൻ, ബി ആണ് ആൻസർ. ബി സി ഡി നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് അവോയ്ഡഡ്. അത് അഡ്വാൻറ്റേജ് അല്ല, അത് അതിന്റെ ഡിജിറ്റൽ മീഡിയന്റെ ക്യാരക്ടറിസ്റ്റിക്സും അല്ല. സോ അത് നമ്മൾ ഒഴിവാക്കുക. എ ഒഴിവാക്കി തന്നെ എയും ഡിയും പോവും. പിന്നെ സി വരുന്നത്, സിയും ഡിയും 50-50 പീപ്പിൾ ക്യാൻ ക്രിയേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ മീഡിയ കണ്ടന്റ്. ഓഫ് കോഴ്സ് അതല്ലേ ഡിജിറ്റൽ മീഡിയന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ബി എന്തായാലും ആൻസറിൽ വരും. ബി സിയും ബിയും സിയിലും ബി ആൻസർ വരുന്നത് ബി മാത്രമാണ്. സോ ബി ഓപ്ഷൻസ് ഉള്ളത് ബിയിലാണ്. സോ ആൻസർ ഈസ് ബി. ഇതിൽ വലിയ ഇതൊന്നുമില്ല. ഡിജിറ്റൽ മീഡിയന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മീഡിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക, അല്ലെങ്കിൽ അതിന്റെ നല്ല കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ നോക്കുക.
ഒരാള് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എട്ട് പേരേ ഉള്ളൂ. ദിനംപ്രതി കൊഴിഞ്ഞു പോവുകയാണല്ലോ. ബാക്കിയുള്ളവരെങ്കിലും ആൻസർ ചെയ്യൂ. ഒരാൾ മാത്രമാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. സി. ഓക്കെ ഓക്കെ, എല്ലാരും വന്നു. സി സി. ഓക്കെ, എവ്രിവൺ സി. സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is false. സോറി, ആൻസർ എ ആണ് ആൻസർ കീയിലുള്ളത്. എനിക്കറിയാം എന്തുകൊണ്ടാ, ലൈക്ക് ഒരു എക്സ്ട്രീം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് സിയിലേക്ക് പോയത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. മേ ബി ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സെയിം ഞാനും അങ്ങനെ തന്നെ പോവായിരുന്നു. ബട്ട് ആൻസർ കീയിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതൊരു തെറ്റായതിന് ലൈക്ക് എന്താ പറയാ, നിങ്ങൾ അധികം വെറി ആവണ്ട. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാവരും സി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അത് തെറ്റിക്കും. സോ അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു എഡ്ജ് പോകുമൊന്നുമില്ല. സോ എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്നെങ്കിൽ നിങ്ങൾക്കും മിസ്റ്റേക്ക് വരുത്താം എന്നുള്ള ആ ഒരു ലോജിക് മീൻസ് ഇത് നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ എഫക്ട് ചെയ്യില്ല ഈ ഒരു ചോദ്യം എന്ന് പറയാം. സോ ഇതിൽ പറയുന്ന വെച്ചാൽ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓഫ് സൈൻസ് ആൻഡ് സിമ്പിൾസ് ഓഫ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ മേ അഫക്ട് പ്ലൂരാലിറ്റി ഓഫ് ഒപ്പീനിയൻസ് ഓൺ ദി ഇന്റർനെറ്റ്. എന്താണ് ഒരു സെൻട്രലൈസ്ഡ് പിന്നെ കൺട്രോൾ വരുന്ന സമയത്ത് സയൻസിനെ സിമ്പിൾസിനെ എന്താണ് അത് പ്ലൂരാലിറ്റിയെ ഡിഫറെന്റ് ഒപ്പീനിയൻസിലെ ഡിഫറെന്റ് പ്ലൂറൽ ഒപ്പീനിയൻസിനെ ബാധിച്ചേക്കാം. ശരിയാണ്, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് ഇസ് ലിറ്റിൽ ബിറ്റ് എക്സ്ട്രീം. ദ ഗ്ലോബൽ കോർപ്പറേറ്റ് ഓണേഴ്സ് ഓഫ് ഇന്റർനെറ്റ് കമ്പനീസ് എയിം ഓൺലി കൺസേൺ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ട്രൂ ആയിട്ടാണ് UGC നെറ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. സംടൈംസ് അങ്ങനത്തെ ഒരു അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അത് തെറ്റാവാൻ എക്സ്ട്രീം ആവാം, പക്ഷെ അത് തെറ്റല്ലാത്തതും അല്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, കോർപ്പറേറ്റ് നമ്മൾ തന്നെ പറയില്ല, ജനറൽ പെർസെപ്ഷൻ അല്ലേ ഇത്. കോർപ്പറേറ്റിന്റെ അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് മാത്രമാണ്, അതുപോലെ തന്നെ സൊസൈറ്റിന്റെ നന്മയില്ല എന്നുള്ളത് ഒരു ജനറൽ പെർസെപ്ഷൻ ആണ്. ഇപ്രാവശ്യം UGC നെറ്റ് പെർസെപ്ഷനിൽ പോയി എന്ന് വിചാരിക്കുക. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ആകെ എട്ട് പേര് 6 പേരേ ഉള്ളൂ. നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടോ? എന്റെ നെറ്റ്വർക്ക് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് കാണാത്തതുകൊണ്ടാണോ? എനിക്ക് ഒരാൾ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ഈ ഒരാൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് കാണാത്തതാണോ എന്ന് അറിയില്ല കേട്ടോ. അതെന്ത് പറ്റി ബാക്കിയുള്ളവര്? So answer is A. The study of mass communication process is characterized by macroscopic view of messages. അതായത് മാസ് കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മാക്രോസ്കോപ്പിക് വ്യൂ ഓഫ് മെസ്സേജിനെ കൺസിഡർ ചെയ്യുകയാണെന്നുള്ളത് സത്യമല്ലേ? അതായത് ഒരു മെസ്സേജ്, മാസ് കമ്മ്യൂണിക്കേഷനെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഒരു മാസ് മീഡിയയിലേക്ക് അതിലേക്കൊന്നും വെക്കാം. മാസ് മീഡിയ കുറെ പേര് മാക്രോസ്കോപ്പിക് വ്യൂ, മൈക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് ആയി പോകും. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് തന്നെ എടുക്കാം. വേറെ അതിലൊന്നും എന്താ പറയാ തെറ്റായി പറയാനൊന്നുമില്ല. സോ സെമിയോളജി സീക്സ് എ മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ഡീകൺസ്ട്രക്ടിങ് മെസ്സേജ്. ഈ സെമിയോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മള്
സെമിയോട്ടിക്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മള് ലാസ്റ്റ് രണ്ട് ക്ലാസ്സിൽ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം ഡിഫൈൻസ് ആസ് ദ സയൻസ് ദാറ്റ് സ്റ്റഡീസ് വെർബൽ ആൻഡ് നോൺ വെർബൽ സയൻസ്. അന്നും അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സെമിയോട്ടിക്സ് എന്നത് നോൺ വെർബൽ വെർബൽ ലാംഗ്വേജിനെ പറ്റി പഠിക്കുന്ന കാര്യം എന്നാ. സോ അന്ന് അത് ഞാൻ പറഞ്ഞില്ല, അത് പഠിക്കണം. സെമിയോട്ടിക്സ് എന്താന്ന് പഠിക്കണം എന്ന് പറഞ്ഞല്ലേ. സെയിം സെയിം എന്താണ് സെമിയോളജി. അന്ന് ആ ഒരു അത് സെമിയോട്ടിക്സ് എന്നത് നോൺ വെർബൽ എന്താണ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണെന്ന് ഓർത്തിരുന്നെങ്കിൽ ഇതും പറ്റും. സോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്താണ് മൈക്രോസ്കോപ്പിക് സബ്ജക്റ്റീവ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുക. സോ മൈക്രോസ്കോപ്പിക് ഇവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ഡീകൺസ്ട്രക്ടിങ് മെസ്സേജസ് ആണ്. നമ്മൾ മെസ്സേജ് മനസ്സിലാക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പിക് വ്യൂ യൂസ് ചെയ്യുന്നു. സോ ശരി, സെമിയോളജി എന്നുള്ള വേർഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഇഫ് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. സെമിയോളജി എന്ന് പറയുന്നത് സ്റ്റഡീസ് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ സയൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. പിന്നെ ഈ പറയുന്ന നോക്ക്, ഇത് ജസ്റ്റ് ഇങ്ങനെ ഭയങ്കരത്തിൽ സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് ശേഷമൊക്കെയാണ് ഇത്രയും ഇത്രയും എന്താ പറയാ വലിയൊരു പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യില്ല. ബട്ട് അങ്ങനെ ആ ഒരു മൈൻഡിന്റെ ആ ഒരു എന്താ പറയുക ഡിഫോൾട്ട് മൂഡ് നമ്മളെ പറ്റിക്കാൻ സമ്മതിക്കരുത്. ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേഷൻ എടുത്ത് ജസ്റ്റ് വായിച്ചു നോക്കുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അറിയില്ല എന്ന് വിചാരിക്കരുത്. ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ആൻസർ ചെയ്യാത്തത്? സ്ഥിരമായിട്ട് ആൻസർ ചെയ്യുന്നവരൊക്കെയാണല്ലോ നൂറ. ACC. ഓക്കെ. ആണ് ആൻസർ വരിക. കോറിലേഷൻ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ ഫംഗ്ഷൻ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ലൈക് ഡയറക്റ്റ് ആണ്, ഭയങ്കര ഡയറക്റ്റ് ആണ്. ഇത് അറിയില്ലെങ്കിൽ അറിയില്ല, അറിഞ്ഞെങ്കിൽ അറിയാം, അത്രേ ഉള്ളൂ. ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കോറിലേഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ നിങ്ങൾ ഈ പറയുന്ന റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ നിങ്ങൾ പഠിക്കില്ലേ കോറിലേഷൻ ടെസ്റ്റുകൾ, ഇതൊക്കെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കിട്ടിയ ഡാറ്റേനെ ഇന്റർപ്രിറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ വരും. സോ ഇൻഫർമേഷൻ ഗാദറിങ്ങിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പോയിന്റിലോ സോഷ്യലൈസേഷൻ ഒബ്വിയസ്ലി നോ. സോ ജസ്റ്റ് ഒരു ഏഷ്യൻ എന്നുള്ള ഒരു സോഷ്യലൈസേഷൻ ഇൻഫർമേഷൻ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു എന്താ പറയാ ഋതത്തിന് വേണ്ടി അവർ കൊടുത്തതാണ്. ഇത് ഈ ഒരു രീതിയിൽ ആലോചിക്കുക. അതാണ് കോറിലേഷൻ ടെസ്റ്റ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ഇന്റർപ്രറ്റിംഗ് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആ ടൈമിലാണ്. അപ്പോൾ അതിൽ നോക്കി നോക്കുക ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം, കംപ്ലീറ്റ്ലി നമുക്ക് അറിയില്ലെങ്കിൽ.
എ രണ്ടുപേരും ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ബാക്കിയുള്ളവരോ? ഓക്കെ, എവ്രി വൺ എ. ആൻസർ ഈസ് എ. ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഓഫ് ദ ടെക്നോളജിക്കൽ സ്ട്രൈഡ്സ് ഇൻ റീസെന്റ് ടൈംസ്, വേർഡ്സ് ആൻഡ് ടൈംസ് ആർ റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ ഹാവ് ബിക്കം മണി. ഓക്കെ, ജനറിക്, യെസ്. The technological convergence has contributed to the control of mass communication by few corporates. നേരത്തെ പറഞ്ഞ തന്നെ കുറച്ച് പേര് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുള്ള ഈ ഗൂഗിളിന്റെ മറ്റേ എന്താ പറയാ മേധാവിത്വം ആ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കുക. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ പറയാ ഈ പറയുന്ന മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ ടോപ്പിക് പഠിച്ചില്ലെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. യെസ്, എ. വളരെ ഈസിയാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എ ആണ് ആൻസർ. A2 റേഡിയോ, ഓഡിയോ ആണ്. ടെലിവിഷൻ വിഷ്വൽ മീഡിയം, ന്യൂസ് പേപ്പർ പ്രിന്റ് മീഡിയം, ഇന്റർനെറ്റ് ഇന്ററാക്റ്റീവ് മീഡിയം. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. കൂടുതൽ ആൾക്കാർ ആൻസർ ചെയ്തിട്ട് 4 ആൻസർ എന്താണ്? എ. കോഴ്സ് എ. അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഇൻ ഡിറ്റർമിൻ ദ ഇഷ്യൂസ് പീപ്പിൾ തിങ്ക് അബൌട്ട്. ഇതാണ് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് തിയറീസിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഈ അജണ്ട സെറ്റിംഗ് തിയറി അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അജണ്ട എന്ന് പറയുന്ന സമയത്ത് അറിയില്ലേ നമ്മള് ബാക്കിയൊന്നും ബാക്കിയൊക്കെ അതിനേക്കാളും എന്താ പറയാ അടുത്ത് നിൽക്കുന്ന ആൻസർ അല്ല. ഇൻഫ്ലുവൻസ് ഇതിലേക്ക് തന്നെയായിരിക്കും ആൻസർ പോവുക. അങ്ങനെ ജനറിക് ആയിട്ട് ആലോചിക്കുക. ഇത് ആ തിയറിന്റെ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാത്തിനും ആൻസർ ചെയ്യാണ്. ദിസ് ഓൾസോ എ. എന്താണ് ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി ആണ്. ഓഡിയൻസ് പാസീവ് റെസിപ്പിയൻസ് ആണ് മീഡിയ മെസ്സേജിന്റെ എന്ന് പറയുന്നത്. ഹൈപ്പോഡെർമിക് തിയറി അല്ലെങ്കിൽ മാജിക് ബുള്ളറ്റ് തിയറി. ബാക്കി രണ്ടും ലിമിറ്റഡ് എഫക്ട്സ് തിയറിയും ടു സ്റ്റെപ്പ് തിയറിയും പറയുന്നത് എന്താണ് ഓഡിയൻസ് ആക്റ്റീവ് ആണെന്നാണ്. ഇത് പറയുന്നതാണ് ഓഡിയൻസ് ആർ പാസീവ് റെസിപ്പിയൻസ് ഓഫ് മീഡിയ. ഓക്കെ, ഇതും കൂടെ നോക്കാം. മീഡിയ ഹാസ് നോ ഇഫക്ട് ഓൺ ഓഡിയൻസ് അല്ലെങ്കിൽ ഓഡിയൻസ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് മീനിങ്. ഇതൊക്കെ ഏതൊക്കെ തിയറി ആണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ഇത്രയും എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇതൊക്കെ മുന്നേ 2020 ബിഫോർ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. Everyone answered D. D, of course, D.
സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മൾ ഒരു ടോപ്പിക് കവർ ചെയ്തു, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ. അതിന്റെ എന്താണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെന്റ് തിയറീസ്, പിന്നെ ക്വസ്റ്റ്യൻസ്. മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇത് കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കൺസെപ്റ്റ് നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ഞാൻ എത്ര പഠിപ്പിച്ചു കഴിഞ്ഞാലും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും. അത് നമ്മൾ ഫെമിലിയർ ആവുക എങ്ങനെയാണെന്ന് വെച്ചാൽ പി വൈ ക്യൂസ് ചെയ്തിട്ടാണ്. സോ മാക്സിമം പി വൈ ക്യൂസ് ചെയ്യാൻ നോക്കുക. സോ ഇന്ന് പഠിപ്പിച്ചതിൽ ഏതെങ്കിലും എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്ത ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് എത്രണ്ണം ശരിയായി എന്നൊന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഡൗട്ട് ഇല്ല ഉണ്ടോ എന്തെങ്കിലും? നോ ഡൗട്ട്. താങ്ക് യു അനീസ്. എന്നാ പിന്നെ എത്രണ്ണം ശരിയായി എന്നൊന്ന് പറഞ്ഞോളൂ. എത്ര ആൻസേഴ്സ്? അനീസ് എത്ര ആൻസർ ശരിയായി? എല്ലാ ആൻസർ ഓക്കെ, 4. ഓക്കെ, ഗുഡ്. എത്രണ്ണായിരുന്നു നമ്മൾ ഇന്ന് ചെയ്തത്? എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ മറന്നുപോയി. ബേസിൽ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാ പിന്നെ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. ബാക്കി നാളെ ഇനി ഉള്ളത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ കൺസെപ്റ്റും, മോസ്റ്റ്ലി അത് പി വൈ ക്യൂസ് പഠിക്കാം നമ്മൾക്ക്. അതുപോലെ തന്നെ കുറച്ച് ഈ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത ആണെങ്കിൽ, അല്ലെങ്കിൽ സിലബസിൽ മെൻഷൻ ചെയ്തില്ലെങ്കിലും റീസെന്റ് ആയിട്ട് വരുന്ന എക്സാം ട്രെൻഡിലുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. ആ കൺസെപ്റ്റ്സും പഠിച്ചിട്ട് ഒരു ലൈക്ക് ഓവറോൾ റിവിഷൻ പോലെയല്ല, ഓവറോൾ ഒരു റീക്യാപ്പും പോലെ കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ടും കൂടി ഇട്ടാം. നാളെ ആയിരിക്കും എന്റെ ലാസ്റ്റ് സെഷൻ. സോ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നാളെ വന്ന് ചോദിക്കാം. സോ നമ്മൾ നാളത്തെ സെഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നാളത്തെ സെഷൻ എന്ന് പറയുന്നത് സിലബസിലില്ലാത്ത പക്ഷെ ഈ പറയുന്ന റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. സോ അത് എന്താ പറയാ, ക്ലാസ്സിലിരുന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു എവരി വൺ.